തിരിച്ചു വന്ന് പിന്നെ അതിനടുത്തേക്ക് വന്ന് തൊട്ടു. ഈ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ലൈനിലേക്ക് വന്ന് വീഴും. ആ വന്ന് വീഴുന്ന സാധനം എത്രത്തോളം ബിൽഡിങ്ങിലൊക്കെ അറ്റാച്ച്ഡ് ആണെന്ന് അറിയില്ല. വലിയൊരു അപകടം ഉണ്ടായി. അന്ന് ഒരാൾ മാത്രം ഒന്ന് രണ്ട് എപ്പിസോഡുകളിലായി നമ്മൾ വൈദ്യുതി സുരക്ഷാ വാരവുമായി ബന്ധപ്പെട്ടുള്ള സംഗതികളാണ് ചർച്ച ചെയ്തിരുന്നത്. വീടിനകത്തും പുറത്തുമൊക്കെയുള്ള കുറേ സംഗതികൾ അതിൽ വന്നു. KCBയിലെ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ അഷ്റഫ് സാറാണ് നമ്മുടെ കൂടെയുള്ളത്. സാർ, നമുക്ക് കുറച്ചു കാര്യങ്ങൾ കൂടി സംസാരിക്കാനുണ്ട്. നമ്മൾ ഇതുവരെ പറയാത്ത ഒരു സംഗതി, ക്രെയിനുകൾ, അതേപോലെ JCB, അതിനൊക്കെ കുറച്ച് നമ്മൾ വിചാരിച്ചതിനേക്കാൾ ഹൈറ്റ് കൂടുതലുള്ള സംഗതികളാണ്. അതുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴെങ്കിലും അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. ഒരുപക്ഷെ അവരുടെ അശ്രദ്ധ കാരണമാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഞാനിതൊക്കെ എത്ര കണ്ടതാന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടാവും. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ടത്? നിയമപരമായ അവർക്ക് പാലിക്കേണ്ടതായിട്ടുള്ള സംഗതികൾ അതിലുണ്ടോ? ഒന്ന് ചോദ്യമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ അശ്രദ്ധയുടെ ഒരു വിഷയം, ഒരിക്കലൊരു സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഈ JCB ഒക്കെ വന്നിട്ട് വള്ളി അതുപോലെ മരത്തിന് ചെറിയ ചെറിയ മരങ്ങളൊക്കെ ഇങ്ങനെ വൃത്തിയാക്കുകയുള്ള ചെയ്യാം. അപ്പോൾ പോസ്റ്റിന് 2 സ്റ്റേ ഉള്ള പോസ്റ്റ് ഉണ്ടായിരുന്നു. 2 സ്റ്റേ ഇങ്ങനെ ഇടുന്ന ചില കേസുകൾ വരും. അപ്പോൾ ഒരു സ്റ്റേ പുള്ളി ശ്രദ്ധിച്ചു. ഒരു സ്റ്റേ ആണ് പുള്ളിക്ക് പോസ്റ്റിങ് വലിച്ചു കെട്ടുന്നതിനാണല്ലോ നമ്മൾ സ്റ്റേ എന്ന് പറയാം. ഭൂമിയിലേക്ക് പോസ്റ്റ് ചെരിയാതിരിക്കാൻ വേണ്ടി കമ്പിയുടെ പിടുത്തത്തിനെതിരായിട്ട്. അപ്പം മറ്റേ സ്റ്റേയിലേക്ക് ഈ വള്ളി പടർന്ന് നിൽക്കുന്ന പറമ്പായതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ടും അതിലേക്ക് വള്ളി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇയാൾ എന്ത് ചെയ്തു, അത് വള്ളിയാണെന്ന് കരുതി അത് പിടിച്ചപ്പോൾ അത് പൊട്ടി പോസ്റ്റ് ചെരിഞ്ഞു. അങ്ങനെ അപകടം വരാം. പിന്നെ രണ്ടാമത്തൊരു വിഷയമുള്ളത്, ഇവർ റോഡിലൂടെ പോകുന്ന സമയത്ത്, അതാണ് ചില ടിപ്പർ ലോറികൾ അത് പൊക്കുന്ന സമയത്ത്, ഇങ്ങനെ നിർത്തിയിട്ട് പൊക്കുന്ന സമയത്ത്, ചില നല്ല ഭൂമി നീളമുള്ള ക്രെയിനുകൾ, JCBകൾ കുറേയൊക്കെ അവർ ശ്രദ്ധിക്കും. അവർക്കത് ഒരു പരിചയമുണ്ട്. പക്ഷേ ചില സമയത്തൊക്കെ ഇവർ വലിയ വണ്ടികളൊക്കെ പോകുമ്പോൾ നമുക്കറിയാം, അതിൻ്റെ കൂടെ അവർ മരത്തിൻ്റെ ഒരു പിടിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഈ ലൈനിങ്ങനെ ലൈവിലുള്ള ലൈനിൻ്റെ കമ്പികളെ ഇവരിങ്ങനെ പൊക്കും. അവർ ധാരണത് മരത്തിൻ്റെ പിടിയല്ലേ, ഷോക്ക് അടിക്കില്ലല്ലോ എന്നൊക്കെയാണ്. ചിലപ്പോൾ അങ്ങനെ രക്ഷപ്പെട്ടു പോയിട്ടുണ്ടാകും. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവർ പൊക്കുന്ന സമയത്ത് ഈ വണ്ടിയുടെ മുകളിൽ നിന്ന്, വണ്ടിയുടെ താഴ്ഭാഗം ടയറാണ് റോട്ടിലുള്ളത്. അപ്പം അടിക്കൊന്നുമില്ല ചില സമയത്തൊക്കെ താഴ്ന്നു. പക്ഷേ ലൈൻ തമ്മിൽ കൂട്ടിയടിച്ച ചില പ്രശ്നങ്ങൾ അവിടെ വരാം. ഇതങ്ങനെ. പക്ഷേ ഇപ്പോൾ അടുത്തൊരു അപകടം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു ഇതേപോലുള്ളൊരു ക്രെയിനിൽ എന്ത് സംഭവിച്ചു, ലൈനിൽ തട്ടിയിട്ടുണ്ട്. ഇദ്ദേഹം ഇതറിയാതെ ഇറങ്ങി ഇപ്പുറത്തേക്ക് നീങ്ങി. തിരിഞ്ഞു നോക്കുമ്പോൾ ചെറിയൊരു പുക ഇങ്ങനെ കാണുന്നുണ്ട്. തിരിച്ചു വന്നു. അവിടെയാണ് അപകടം സംഭവിച്ചത്. തിരിച്ചു വന്ന് പിന്നെ അതിനടുത്തേക്ക് വന്ന് തൊട്ടു. കാരണം അത് പരിശോധന, അപ്പോൾ ഷോക്ക് അടിച്ചു, ആൾ മരിച്ചുപോയി. അപ്പോൾ അതേപോലെ JCBയുടെ ഇപ്പോൾ നമുക്കറിയാം, ആ വലിയ ടയറൊക്കെ നിൽക്കുന്ന സമയത്ത് ആസ് സച്ച് ആ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കാരണം അവിടെ അത് ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ട്, ആ ബോഡി ഇലക്ട്രിക്യൂട്ടഡ് ആയിട്ടുണ്ടെങ്കിലും ഇത് കിട്ടുന്നത്. പക്ഷേ ആളതിന് താഴേക്ക് ഇറങ്ങുമ്പോൾ എന്ത് കിട്ടുന്നുണ്ട്, കണക്ഷൻ ആകുന്നുണ്ട്. അപ്പോൾ ആ ആൾ വഴിയാണ് ഈ ഒരു കറണ്ട് ഭൂമിയിലേക്ക് ഫ്ലോ കിട്ടുന്നത്. അപ്പോൾ ആ സമയത്ത് സ്വാഭാവികമായിട്ട് ആൾ വോൾട്ടേജൊക്കെ അനുസരിച്ച്, ഈ പൊട്ടൻഷ്യൽ എത്രയാണോ, വോൾട്ടേജ് എത്രയാണോ അയാളിലേക്ക് അടിച്ചത്, 11 kV ഒക്കെ ആണെങ്കിൽ കരിഞ്ഞു പോകുന്ന ആ ഒരവസ്ഥ വരെ ഉണ്ടാകും. അങ്ങനെ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നോർമൽ കേസിൽ ഇതിൻ്റെ പൊട്ടൻഷ്യലിനെ നമ്മൾ അപകടങ്ങൾ ഉണ്ടാകുന്നത് സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ അതുപോലെ ടച്ച് പൊട്ടൻഷ്യൽ എന്ന് 2 തരത്തിൽ പറയും. ചുരുക്കി നമ്മളിപ്പോൾ ഇങ്ങനെയുള്ളൊരു സംവിധാനത്തിൽ, റേഡിയോ പോലുള്ള സംവിധാനത്തിൽ പറയാൻ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ടച്ച് പൊട്ടൻഷ്യൽ നമ്മൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്ന സംഭവമുണ്ട്. ഒരു പ്ലഗിൽ നിന്നോ ഒരു എക്യുപ്മെൻറ്റിൽ നിന്നോ അല്ലെങ്കിൽ ലൈനിൽ നിന്നോ നമുക്ക് ഷോക്ക് അടിക്കുന്ന സമയത്ത് കൈ ആയുമ്പോൾ തട്ടുന്നു, ആ കൈ വഴി സപ്ലൈ കടന്നു വന്ന് നമ്മുടെ കാലിലൂടെ അങ്ങോട്ട് പോകുമ്പോൾ ടച്ചാണ്, താഴെയാണ് ആ സീറോ പൊട്ടൻഷ്യൽ, ഭൂമി സീറോ പൊട്ടൻഷ്യലായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ ടച്ച് പൊട്ടൻഷ്യൽ താഴേക്ക് കിട്ടുന്നു, അവിടെ ഷോക്ക് അടിക്കുന്നു. നമ്മൾ സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറയും. സ്റ്റെപ്പ് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഒരു ഭൂമിയിൽ വൈദ്യുതി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ കമ്പി പൊട്ടിയ വിഷയങ്ങൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ കമ്പി പൊട്ടിയ വൈദ്യുതി അവിടെ ഭൂമിയിൽ പരന്ന് കിടന്ന്, ആ വൈദ്യുതി എവിടെ നിന്നാണോ വന്നത് അങ്ങോട്ട് തിരിച്ചു പോകാനുള്ള ടെൻഡൻസി കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണല്ലോ സർക്യൂട്ട് ക്ലോസ് ആകുന്നത്. സർക്യൂട്ട് ക്ലോസ് ആക്കാൻ വേണ്ടി അത് ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ്.
നേരത്തെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ബ്രേക്കറിനെ കുറിച്ച് LCBയെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ ഈ ഒരു സർക്യൂട്ട് ക്ലോസ് ആക്കാനുള്ള സംവിധാനം അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഒരാൾ ഓടാൻ ശ്രമിക്കുകയാണെന്ന് നോക്കുക. വലിയ പൊട്ടൻഷ്യൽ അവിടെ ഉള്ള സമയത്ത് രണ്ട് കാലുകളും കുറച്ചധികം ദൂരത്തേക്ക് നമ്മൾ പരമാവധി ദൂരത്തേക്ക് വെച്ച് ഓടാൻ ശ്രമിച്ചാൽ രണ്ട് കാലുകൾക്കിടയിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അത് ഈ ഒരു വ്യത്യാസം, വോൾട്ടേജിൻ്റെ വ്യത്യാസം വന്ന് അത് തന്നെ ഇയാൾക്ക് ഷോക്ക് അടിക്കാൻ കാരണമാകും. അതുകൊണ്ട് ഒരു കാരണവശാലും ഓടാൻ ശ്രമിക്കരുത്. കാലുകൾ അടുത്തടുത്ത് വെച്ച് നടക്കാൻ ശ്രമിക്കുകയോ അല്ലെങ്കിൽ അവിടെ തന്നെ കാലടുത്ത് വെച്ച് നിൽക്കുകയോ ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും സുരക്ഷിതം. അപ്പോൾ അതും ഈ ചോദ്യത്തിൽ വന്നത് നമ്മുടെ ക്രെയിന്, വലിയ വാഹനങ്ങൾ, ഉയർന്ന ബോഡിയുള്ള വാഹനങ്ങളെ കുറിച്ചാണ്. അപ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കണം വെച്ചാൽ ആ പൊട്ടൻഷ്യൽ ഡിഫറൻസ് വരാം, ടച്ച് പൊട്ടൻഷ്യലായാലും പിന്നെ അത് കഴിഞ്ഞ് താഴെയുള്ള സ്റ്റെപ്പ് പൊട്ടൻഷ്യലായാലും ആ ഒരു സ്റ്റെപ്പുകൾക്കിടയിലുള്ള പൊട്ടൻഷ്യലായാലും വരാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ടത്. അവിടെ ഇനിയിപ്പോൾ ഒരു പക്ഷേ വണ്ടിയിൽ തന്നെ ഇരുന്ന് സഹായത്തിന് വേണ്ടി വിളിക്കുകയാണെങ്കിൽ പോലും ഒന്നും സംഭവിക്കാതെ രക്ഷപ്പെട്ടേക്കാം എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ മീൻ പിടിക്കുമ്പോൾ അപകടങ്ങളുണ്ടായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞ എപ്പിസോഡിൽ. അതെ. അതേപോലെ തന്നെ വൈദ്യുത വേലികളുമായി ബന്ധപ്പെട്ട അപകടങ്ങൾ ഉണ്ടാവാറുണ്ട്. കുട്ടികൾ പട്ടം പറത്തുന്ന അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. അങ്ങനെ എന്തൊക്കെയാണുള്ളത്? എന്താണ് ശ്രദ്ധിക്കേണ്ടത്? ശരിക്കും നമ്മൾ പ്രതീക്ഷിക്കാത്ത അപകടങ്ങൾ, കാരണം അവിടെ കാലങ്ങളായിട്ട് പട്ടം പറത്തിയിട്ടുണ്ടാകും, വേലി അവിടെ കാലങ്ങളായിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെയുള്ള പല സംഗതികളിലും അന്നായിരിക്കും ഒരു പക്ഷേ അപകടം ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ ആ ഒരു അശ്രദ്ധ അതിൽ ഉണ്ടാകും, അല്ലെങ്കിൽ അവബോധത്തിൻ്റെ കുറവ്. അതുകൊണ്ടാണല്ലോ വാരാചരണത്തിൽ നമ്മൾ ഇന്നത്തെ അവബോധം നാളത്തെ പ്രിവെൻഷൻ, പ്രതിരോധം എന്ന് പറയാൻ കാരണം. അപ്പോൾ അത് ആ ഒരു അവബോധം തന്നെയാണല്ലോ നമ്മളിതിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ പട്ടം പറത്തുന്ന സമയത്ത് ലൈൻ അവിടെ ഉണ്ടോ നോക്കുക തന്നെ. അത് കുട്ടികൾക്ക് അറിയില്ലല്ലോ. വലിയവരിപ്പോൾ അങ്ങനെ പട്ടം അങ്ങനെയാണ് പറത്താൻ ശ്രമിക്കാറില്ല. കുട്ടികളുടെ കൂടെയൊക്കെ ആകുമ്പോഴാണ് ഉണ്ടാവുക, പിന്നെ അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ ലൈൻ അവിടെ ഉണ്ടെങ്കിൽ അവിടെ പട്ടം പറത്തുന്നത് ഒഴിവാക്കുക തന്നെയാണ് അതിനുള്ള മാർഗം. പിന്നെ വേലികളുടെ കാര്യം, വേലികൾ പലതരത്തിലിപ്പോൾ അപകടങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അത് നമുക്കൊരു അനുഭവം ഉണ്ടായെന്ന് വെച്ചാൽ, ഒരു പ്രശ്നമുണ്ടായി, ഒരു വിഷയം ഉണ്ടാകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ സപ്ലൈ കയറി വരുന്നു, ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു. ഞാൻ ടെക്നിക്കാലിറ്റിയിലേക്ക് വല്ലാതെ പോകുന്നില്ല, മൊത്തത്തിൽ റേഡിയോൻ്റെ എല്ലാവർക്കും പ്രേക്ഷകർക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറഞ്ഞാൽ ന്യൂട്രൽ സപ്ലൈ കയറി വരുന്നു. അപ്പോൾ ചില എക്യുപ്മെൻറ്റുകളിൽ നിന്ന് ഷോക്ക് അടിക്കുന്നു, ചിലയിടത്ത് ട്രിപ്പാകുന്നു. ഇങ്ങനെയുള്ള കുറേ വിഷയങ്ങൾ വന്നപ്പോൾ അത് പരിശോധിച്ച് ചെന്ന സമയത്ത് കണ്ട വിഷയം എന്താ വെച്ചാൽ, ഞാൻ അതിൻ്റെ ആ ഒരു ചെക്ക് ചെയ്ത രൂപങ്ങളെക്കുറിച്ചല്ല ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, കണ്ട സംഗതി റിസൾട്ടാണ് പറയുന്നത്. കാരണം ടെക്നിക്കലായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് വേണമെങ്കിൽ റേഡിയോയിൽ കമൻറ്റുകളെന്നൊക്കെ വരുന്നുണ്ടാവില്ല, അപ്പോൾ അതിൽ വേണമെങ്കിൽ അതിൻ്റെ ഇത് കൊടുക്കാവുന്നതാണ്. ടെക്നിക്കൽ ഇതിൽ താല്പര്യമുള്ള വയർമാന്മാരും ബോർഡുമായിട്ട് ബന്ധപ്പെട്ട ആളുകളൊക്കെ ഉണ്ടാകും. അപ്പോൾ കണ്ടുപിടിക്കാൻ കുറച്ച് സമയമെടുത്തു അതിൻ്റെ ഒരു വിഷയം. അതായത് വൈകുന്നേരം 6 മണിക്കാണിത് വരുന്നത്, രാവിലെ 7 മണി 6 മണി ആകുന്ന സമയത്ത് പോകുന്നുണ്ട്. കൃത്യമായത് പല ദിവസങ്ങളിൽ റിപ്പീറ്റ് ചെയ്യുന്നു. അപ്പോൾ അത് ഞാൻ ഇനി പറയാൻ വന്ന റിസൾട്ടിനായിട്ട് ബന്ധമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ തിരഞ്ഞ് പല മെത്തേഡ്സൊക്കെ ഉപയോഗിച്ച് തിരഞ്ഞ് ചെന്നപ്പോൾ കോഴി ഫാം, കുറച്ച് ഉൾഭാഗത്തുള്ള കോഴി ഫാം, അപ്പോൾ അതിൻ്റെ വേലിയിലേക്ക് സപ്ലൈ എടുത്ത് കൊടുത്തിരിക്കുകയാണ്. ലൈനൊന്നല്ല കൊടുത്തിട്ടുള്ളത്, അവരുടെ അവിടെ പ്രമിസസിൽ LT5B, അതായത് ഞങ്ങൾ താരിഫുകളുണ്ട്. 5A എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിൽ നമ്മൾ കൃഷിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. 5B എന്ന് പറയുന്നത് കോഴി ഫാം, അതുപോലെ ആട് ഫാം, പശു ഫാം, ഇതിനൊക്കെ ഫാമുകൾക്കുള്ളതാണ്, അല്ലെങ്കിൽ അതുപോലുള്ളതിനുള്ള. അപ്പോൾ അവർക്കുള്ള കണക്ഷൻ എടുത്തിട്ട് കൊടുത്തതാണ്. പക്ഷെ അത് ഇതിലേക്ക് കൊടുക്കാൻ പാടില്ല. അപ്പോൾ ഈ ഇതിലേക്ക് നെറ്റിലേക്ക് ഇത് കൊടുക്കുമ്പോൾ ശരിക്കും ബ്രേക്കർ ട്രിപ്പ് ആവുന്നുണ്ട്. ബ്രേക്കർ അവിടെ ബൈപ്പാസ് ചെയ്തു. നേരത്തെ ബ്രേക്കറിൻ്റെ വിഷയം കൂടി അവിടെ വന്നതാണ്. അങ്ങനെ ചെന്ന് നമ്മളിത് കണ്ടുപിടിച്ചു, ബ്രേക്കറിൻ്റെ ഇത് ബൈപ്പാസ് ചെയ്ത് കണ്ടു. അപ്പോൾ നമ്മൾ അവരെ പീനൽ ചെയ്യുകയും ചെയ്തു, കാരണം അത്രയ്ക്ക് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് ആളുകളെ. നമ്മൾക്ക് അവരത് ആക്സെപ്റ്റ് ചെയ്തു. അവർക്ക് സപ്ലൈ കട്ട് ചെയ്തു. പക്ഷേ കോഴി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു, 2 ദിവസമായ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് പെട്ടെന്ന് നമ്മളിത് റിസ്റ്റോർ ചെയ്ത് ഒക്കെ ക്ലിയർ ആക്കിയപ്പോൾ പെട്ടെന്ന് സപ്ലൈ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. നല്ല ടേംസിലാണ് ഇപ്പോഴും. അവർക്കത് അറിയില്ലേ. സംഭവിച്ചതെന്താ വെച്ചാൽ ഈ സപ്ലൈ ഇതിലേക്ക് കൊടുത്തു, പാമ്പ്, കുറുക്കൻ, നായ അതൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ അപ്പോൾ അങ്ങനെയുള്ളതിന് കൊടുക്കാൻ വേണ്ടി
പിന്നെ ഞാൻ ഇൻസ്പെക്ടറേറ്റിൽ അന്വേഷിച്ചു. കൊടുക്കാൻ വേണ്ടി ഒരു സംവിധാനം ഇപ്പോൾ ഉണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള ഇൻസ്പെക്ടറേറ്റ് അപ്രൂവ് ചെയ്ത ട്രയാങ്കുലർ വേവ് ഉള്ള ഒരു സംവിധാനം ഉണ്ട്. അത് ഉപയോഗിച്ച് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഇതും ആവശ്യമാണല്ലോ, പാമ്പ് വരുന്നു ഇത് വരുന്നു ഒക്കെ വിഷയമുണ്ടല്ലോ. അപ്പോൾ അത് അന്വേഷിക്കുക, അവബോധം എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ വിഷയം. നമുക്കെന്തെങ്കിലും ഒരു ആവശ്യമുണ്ടോ, അതിനൊരു സംവിധാനം ഉണ്ടോ എന്നുള്ളത് അന്വേഷിക്കുക. അപ്പോൾ അത് ഉണ്ട്, ആ സംഭവം വാങ്ങിച്ച് അവർക്ക് അതിൽ കണക്ട് ചെയ്യാവുന്നതുമാണ്. പക്ഷേ ഇതിൽ നിന്ന് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇത് കൊടുക്കുമ്പോൾ അപകടമാണ് ഉണ്ടാവുക. സാറ് പറഞ്ഞ ഈ കേസിൽ മരണങ്ങൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. അതെ ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും അപകടം മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിന് തൊട്ട് കഴിഞ്ഞാൽ മരണം തന്നെ സംഭവിക്കും. കാരണം വേറെ ഒന്നുമില്ലല്ലോ, ബ്രേക്കർ അവിടെ ഇല്ലല്ലോ, നേരിട്ട് ട്രാൻസ്ഫോമറിനുള്ള സപ്ലൈ നേരിട്ട് അവിടെ കൊടുത്തിരിക്കില്ലേ. അതുകൊണ്ടാണല്ലോ മറ്റുള്ള വീടുകളിലൊക്കെ പ്രശ്നം വന്നത്, നേരിട്ട് ആ വിഷയം അങ്ങോട്ട് കയറി ചെല്ലല്ലോ. അപ്പോൾ അവബോധം തന്നെയാണ് എൻ്റെ വിഷയം. ബ്രേക്കർ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനെക്കുറിച്ച് ഒന്നും കൂടി ഒന്ന് പറയാം. സാർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ പ്രാധാന്യമാണ് എർത്തിങ്ങും. അതിനെക്കുറിച്ച് നമുക്ക് ഒന്ന് പരാമർശിക്കേണ്ടതുണ്ട്. എത്ര പറഞ്ഞാലും തീരാത്തതുമാണത്. കാരണം ഇപ്പോഴും ആ വിഷയം നമ്മൾ ചർച്ച ചെയ്തപ്പോൾ അത് വന്നു. അപ്പോൾ ആ ബ്രേക്കർ എന്നുള്ളത് ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ സാധാരണ തമാശയായിട്ട് അല്ലെങ്കിൽ ഒരു പഠനാവശ്യത്തിന് വേണ്ടി നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാൻ ചില ഇതിലൊക്കെ പറയാറുണ്ട്, കറണ്ട് കൊടുത്തയച്ചതെല്ലാം തിരിച്ചു കിട്ടിയോ എന്ന് നോക്കി പ്രമിസസിലേക്ക്, വീട്ടിനകത്തേക്ക് അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ പർപ്പസാണ് കടയിലേക്കൊക്കെ നോക്കിയിരിക്കുന്ന ആളാണ് ശരിക്കും ഈ ബ്രേക്കർ. RCCB എന്ന് പറയും, RCCB ആണ്, ELCB ആണ് ബ്രേക്കർ എന്ന് നമ്മൾ പറയും. അപ്പോൾ ആ ഒരു ട്രിപ്പിംഗ് മെക്കാനിസം കൂടി നമ്മൾ പറഞ്ഞിരുന്നു. ട്രിപ്പിംഗ് മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ബട്ടൺ അമർത്തി നമ്മൾ നോക്കേണ്ടത് കൂടിയുണ്ട്. അത് കൊടുത്തയച്ച വൈദ്യുതി എല്ലാം തിരിച്ച് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുകയാണ്. അതിലെന്തെങ്കിലും ലീക്കേജ് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ, അവിടെ ലീക്കേജായി പോയിട്ടുണ്ടോ, അവനെന്ത് ചെയ്യും, ഇനി സപ്ലൈ തരുന്നില്ല എന്ന് പറഞ്ഞ് കട്ട് ചെയ്തോളാം. അങ്ങനെ ജനറലി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ആ ലീക്കേജ് അവിടെ വന്നിട്ടുണ്ട്, അത് ഒരാളിലൂടെ ഷോക്കായിട്ടായിരിക്കാം, അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ഫെയിലിയർ ആയിട്ട് അതിൻ്റെ അർത്ഥത്തിലൂടെ ആയിരിക്കാം. അവിടെ നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞിരുന്നു സ്ത്രീകൾക്ക് ഷോക്ക് അടിക്കാനുള്ള സാധ്യതയൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഒരു എർത്ത് പിന്നൊക്കെ ഉപയോഗിക്കുന്ന, ഇത് പറഞ്ഞാൽ തീരാത്തത്രയും വിഷയങ്ങൾ ഇതിലുണ്ട്. അപ്പോൾ ഫേസും ന്യൂട്രലും കൂടാതെ എർത്ത് പിന്നെ കുറച്ച് വലിയ വണ്ണമുള്ളതുമാണ്, അതുപോലെ കുറച്ച് നീളമുള്ള അതാണ് ആദ്യം എർത്തിലേക്ക് കണക്റ്റ് ആവുന്നത്. ഇപ്പോൾ എർത്തിനെ കുറിച്ച് കൂടി ചോദിച്ചല്ലോ. അപ്പോൾ ആ 3 പിൻ സോക്കറ്റിൽ ഫേസും ന്യൂട്രലും കൂടാതെ എർത്ത് പിന്നാണ് കുറച്ചുകൂടി ഏറ്റവും മുകളിൽ കുറച്ച് ആഴത്തിലുള്ളതും വിസ്തൃതി കൂടിയതും ഏരിയ കൂടുതൽ. അപ്പോൾ ഏരിയ ഓഫ് കണ്ടക്ടിവിറ്റി അതിന് കൂടുതലാണ്. എർത്ത് പെട്ടെന്ന് കടന്നു പോകണം, അതിന് റെസിസ്റ്റൻസും പാടില്ല, ഒരു തടസ്സവും പാടില്ല. അതേപോലെ ആദ്യം കണക്റ്റ് ആവണം, അതിനാണ് അതങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ അത് ഈ ഒരു സംഭവം ബോഡിയിലേക്ക് എർത്ത് വന്നാൽ അത് നേരെ അതിലേക്ക് കണ്ടക്ട് ചെയ്ത് പോകും. അത് സെൻസി ട്രിപ്പാക്കും. സേഫാണ് സംഭവം, ചെറിയ ചിലവേ ഉള്ളൂ. അതിൽ വില കുറഞ്ഞത് സംഘടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് ഒക്കെ വീട് വെച്ചോ കൊടുക്കുന്ന സമയത്ത് നമ്മൾ പലപ്പോൾ നമ്മൾ ചെയ്യാറുള്ളതാണല്ലോ, വയറിങ് ആരെങ്കിലും ഏറ്റെടുക്കും. അതുപോലെ ചിലപ്പോഴൊക്കെ നമ്മൾ കണക്ഷൻ്റെ കാര്യത്തിൽ നമ്മളും ബോർഡ് ചിലപ്പോഴൊന്നുമല്ല, ബോർഡ് വളരെ പൈസ ചിലവഴിച്ച് BPLകാർക്ക് സപ്ലൈ കൊടുക്കുന്നുണ്ട്. നിരവധി പോസ്റ്റുകളിട്ട് വളരെ സൗജന്യമായിട്ട് വൈദ്യുതി കൊടുക്കുന്നുണ്ട്. പലപ്പോഴും KCBയെ ആളുകൾ കുറ്റം പറയുമ്പോഴും ഇത് സ്ഥിരമായി കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്, BPL കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയും ബ്രേക്കർ ആളുകൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ ഞങ്ങൾ പറയും, നിങ്ങൾ ഫ്രീ ആയിട്ട് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അത് നല്ലത് വാങ്ങിച്ചു കൊടുക്കണം, കോംപ്രമൈസ് ചെയ്യല്ലെന്ന്. കാരണം ആൾക്ക് നമ്മൾ ഉപദ്രവം ചെയ്യല്ലേ എന്ന് പറയും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എർത്തും അതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. എർത്ത് ചെയ്യുന്ന സമയത്ത് നമ്മൾ പക്ക എർത്ത്, ആവശ്യമുള്ള എർത്ത് ചെയ്തിരിക്കണം. ചെയ്തില്ലെങ്കിൽ എക്യുപ്മെൻറ്റുകളെ ബാധിക്കും, ആളെ ബാധിക്കും. എർത്ത് പക്ക അല്ലെങ്കിൽ ഈ പറഞ്ഞ മെക്കാനിസം ഒന്നും വർക്ക് ചെയ്യില്ല. അതിപ്പോൾ കുറേ അവബോധം വന്നിട്ടുണ്ട്. ഈ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്ന സംഭവങ്ങൾ അതിന് കുറേ ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ആളുകളൊക്കെ ശ്രദ്ധിക്കാനും പഠിക്കാനും തയ്യാറായിട്ടുണ്ട്. എന്നാലും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. നമ്മൾ പൊതുവേ KCBൻ്റെ ഒരു പിന്നൽ ആക്ഷൻസ് എന്നൊക്കെ പറയുന്നത് പൈസ സമയത്ത് അടച്ചിട്ടില്ലെങ്കിൽ, ഡ്യൂ ഡേറ്റ് കഴിഞ്ഞിട്ടും ഡിസ്കണക്ഷൻ ഡേറ്റും കഴിഞ്ഞിട്ടില്ലെങ്കിൽ അടച്ചിട്ടില്ലെങ്കിൽ ഡിസ്കണക്ട് ചെയ്യുന്നതാണ്. അല്ലാതെ നിയമങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമാണ് അതിനെ ബൈപ്പാസ് ചെയ്യാൻ കുറേ ആളുകൾ എന്തായാലും ഉണ്ടാവും. മറ്റുള്ള കുറച്ച് കർക്കശമായിട്ടുള്ള KCBയുടെ പെനാൽറ്റികൾ അതെന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ പേടിപ്പിച്ചാലും കുറേ ശരിയാവില്ല ആൾക്കാർ. അല്ലേ, നമ്മുടെ വിഷയത്തിൽ നിന്ന് ചെറിയ മാറ്റം ഉണ്ടെങ്കിലും സുരക്ഷയായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞാൽ നമ്മൾ റൂൾ അനുസരിച്ചാണല്ലോ ഇപ്പോൾ പറഞ്ഞത്. അതെ സാറും അതുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ആളാണല്ലോ. അപ്പോൾ
അപ്പോൾ അതുകൊണ്ട് റൂളുകൾക്ക് നമ്മൾ കൊടുക്കുന്നൊരു പ്രാധാന്യമുണ്ട്, പൊതുജനങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ റൂളുകൾ ഇപ്പോൾ KSEBയുടെ ബോർഡ് ഓർഡറിനേക്കാൾ ഗവൺമെൻറ് ഓർഡറിനേക്കാൾ കോടതി ഉത്തരവുകൾക്കും അതേപോലെ നമ്മുടെ ഭരണഘടനയ്ക്ക് താഴെയായിട്ട് വരുന്ന റെഗുലേഷനാണ് നമ്മളിതിലൊക്കെ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഇലക്ട്രിസിറ്റി റെഗുലേഷനിൽ ഇപ്പോൾ 138 138(1) കട്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞത്, സപ്ലൈ കട്ട് ചെയ്യുന്ന കാര്യം. പൈസ അടച്ചാൽ അടക്കാതിരുന്ന കട്ട് ചെയ്യുന്നതായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണല്ലോ ചോദിച്ചത്. അപ്പോൾ 138(1) കുറേ ഉണ്ട്, ABCD പറയുന്നുണ്ട്. അതിൽ പൈസ റിയലൈസേഷൻ അതേപോലെ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് റിയലൈസേഷൻ്റെ താഴെ പറയുന്ന സംഭവം സേഫ്റ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ്. നമുക്ക് നോട്ടീസ് കൊടുത്ത് പിന്നീട് കട്ട് ചെയ്യുന്ന വിഷയങ്ങളുമുണ്ട്. അതാണ് ഈ പൈസൻ്റെ വിഷയമൊക്കെ വരുന്നത്. നമ്മൾ കറണ്ട് ബില്ലിൽ തന്നെ നോട്ടീസ് വരുന്നുണ്ട്. പിന്നെ ഉടൻ കട്ട് ചെയ്തിട്ട് പിന്നെ നോട്ടീസ് കൊടുക്കുന്ന വിഷയമുണ്ട്. അതിൽ പെട്ടതാണ് ഈ സേഫ്റ്റി. അപ്പോൾ നമ്മൾ ഈ സേഫ്റ്റി വാരാചരണം, ദേശീയ സേഫ്റ്റി വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ സേഫ്റ്റിയിൽ ഒരു കോംപ്രമൈസും ഇല്ല. സേഫായിട്ടില്ലാത്ത ഒരു ഇൻസ്റ്റലേഷൻ കണ്ടാൽ അവിടെ നമ്മൾ സപ്ലൈ കട്ട് ചെയ്ത് അത് സേഫ് ആക്കാൻ വേണ്ടി നോട്ടീസ് കട്ട് ചെയ്തതിന് ശേഷം നോട്ടീസ് കൊടുത്ത് സേഫ് ആക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, പിന്നെ സപ്ലൈ കൊടുക്കുകയുള്ളൂ. അത് ആളുകളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ ഒരുപാട് വിഷയങ്ങൾ അതിൽ ഉണ്ട്. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിലൊക്കെ വന്ന വിഷയങ്ങളൊക്കെ പരിശോധിച്ചാൽ അറിയാം. അവിടെ നമ്മുടെ ശ്രദ്ധയിൽ വരികയോ ചെയ്ത് കട്ട് ചെയ്താൽ ജീവനുകളാണ്, ഒരു ജീവൻ എന്ന് പറയാൻ കഴിയില്ല, ജീവനുകളാണ് അതുകൊണ്ട് രക്ഷപ്പെടുക. അത് കർക്കശമായി തന്നെ, അതാണല്ലോ ചോദിച്ചത്, കർക്കശമായി തന്നെ അങ്ങനെ ചെയ്യും. അതില്ലെങ്കിൽ ഒരു പക്ഷേ KSEB വരെ പ്രതിക്കൂട്ടിലേക്ക് നിൽക്കുന്നൊരവസ്ഥ വരും എന്നുള്ളതുകൊണ്ട് നമ്മൾ അങ്ങനെ തന്നെ ചെയ്യും. അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ ഒരു നിയമം അത് അനുവദിക്കുന്നുണ്ട് എന്നുള്ളതാണ്. 94 96 01 01 01 ഒരു പ്രധാനപ്പെട്ട നമ്പറാണ് KSEBയെ സംബന്ധിച്ചിടത്തോളം. പരാതികളും അതേപോലെ അപകടങ്ങളും ഒക്കെ ഉള്ളത് റിപ്പോർട്ട് ചെയ്യാനാണ്. നമുക്ക് ഈ തെഫ്റ്റ് പോലെയൊക്കെയുള്ള വൈദ്യുതി മോഷണം പോലെയൊക്കെയുള്ള സംഗതികൾ ഒരു പൗരൻ എന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ടോ? ഒരു പൗരൻ റിപ്പോർട്ട് ചെയ്യാൻ അതും ഈ വിഷയത്തിന് ചെറിയൊരു വ്യത്യാസം ഉണ്ടെങ്കിലും ഒരർത്ഥത്തിൽ സേഫ്റ്റി ആയിട്ട് ഞാൻ അതിനെ കണക്ട് ചെയ്യും. കാരണം വൈദ്യുത മോഷണം ഇപ്പോൾ സാറിനറിയാം, എന്തായാലും ആ നമ്പർ കാണാതെ പഠിക്കാൻ പറ്റുന്ന എന്നുള്ളത് മനസ്സിലായി. 94 96 പിന്നെ 01 01 01. അപ്പോൾ അത് എമർജൻസി നമ്പറാണ്. അതിൽ തെഫ്റ്റിൻ്റെ കാര്യങ്ങൾ പൗരന്മാർക്ക് പറയാനുള്ളതല്ല. കാരണം അത് എൻഗേജ്ഡായിപ്പോൾ അത് സേഫ്റ്റിക്ക് വേണ്ടി മാത്രമുള്ളതാണ്. വർഷക്കാലത്ത് നമ്മളിപ്പോൾ മഴക്കാലം കൂടി ആയപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ മഴക്കാലത്തെ കുറിച്ചുകൂടി പറഞ്ഞിരുന്നു. അപ്പോൾ മഴക്കാലം മാത്രമല്ല, സേഫ്റ്റിയുടെ വിഷയം വരുന്നത് എക്കാലത്തും പ്രസക്തമാണ്. അപ്പോൾ ആ നമ്പർ സേഫ്റ്റിക്ക് ഉപയോഗിക്കാനുള്ളതാണ്. അതേസമയം 1912 വിളിച്ചിട്ട് 1912 അത് നമ്മുടെ കറണ്ട് ബില്ലിൻ്റെ മീതെ വലിയ അക്കത്തിൽ കൊടുത്തിട്ടുണ്ട്. 1912 വിളിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ തെഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ അറിയിക്കാൻ പറ്റും. അതത് KSEB ഓഫീസുകളിൽ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറയുന്ന ഈ നമ്പറുകളിൽ വിളിച്ചിട്ട് അറിയിക്കാൻ പറ്റും. നമ്പർ ഞാൻ പറയാം. അതേപോലെ നമുക്ക് പിന്നെ വാട്സപ്പ് 1912 വാട്സപ്പ് നമ്പറുണ്ട്. അപ്പോൾ അതിൽ അറിയിക്കാൻ പറ്റും, ഈ പറഞ്ഞ നമ്പറിൽ അറിയിക്കാൻ പറ്റും. പിന്നെ രണ്ടാമത്തത് സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞത്, ഈ നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ ഒരു റോഡ് സുരക്ഷ, റോഡുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ തെറ്റിച്ച ഒരാൾ കിടക്കുമ്പോൾ അവിടെ അപകട സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ ഞാൻ വിശദീകരിക്കേണ്ടതില്ല, എന്തൊരു വിഷയം നിയമം തെറ്റിച്ച്, ഇപ്പോൾ നമ്മൾ ആളുകൾ ടാക്സുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് വണ്ടിയിൽ സാധനങ്ങൾ കൊടുക്കും, അപ്പോഴും അവിടെ അപകട സാധ്യതയില്ല. എല്ലാ വിഷയത്തിലും അതിനേക്കാൾ കാണാത്ത, നമ്മൾ നല്ല രീതിയിൽ ഇടപെട്ടാൽ നമ്മുടെ ഭൃത്യനായി നമുക്ക് കാര്യങ്ങൾ ചെയ്തു തരുന്ന വൈദ്യുതി നല്ല രീതിയിലല്ലാതെ ഇടപെട്ടാൽ നമ്മുടെ കൊലയാളിയാണ്, വില്ലനാണ്. ഒരു സംശയമില്ല. അത് ഞാനിപ്പോൾ ഉണ്ടാക്കി പറഞ്ഞൊരു വാക്കല്ല, അത് നമ്മൾ സ്ഥിരമായി പറയുന്നൊരു വാക്കാണ്. ആ സംഗതിയിൽ സ്വാഭാവികമായും ഒരു തെഫ്റ്റിന് ശ്രമിക്കുന്ന സമയത്ത് അത് പുറത്തു വെച്ചാണല്ലോ ചെയ്യുന്നത്. അതിലെന്തായാലും ഒരു അങ്കലാപ്പുണ്ടാവും, അപകട സാധ്യത വളരെ കൂടുതലാണ്, സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ സേഫ്റ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞാൽ അതിന് ഒരു കാരണവശാലും ശ്രമിക്കരുത്, അത് അപകടമാണ്. 2, അങ്ങനെ ഒന്ന് കണ്ടാൽ അതെന്ത് ചെയ്യേണ്ടതുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞ എമർജൻസി നമ്പറിലല്ലാത്ത നമ്പറുകളിൽ അറിയിക്കാനുള്ള സാധ്യതകൾ ഇഷ്ടം പോലെ ഉണ്ട്.
പരസ്യത്തിൻ്റെ ഒരു കാലഘട്ടമാണ്. ബാനറുകളായാലും പോസ്റ്ററുകളായാലും നിരവധിയുണ്ട്. അതിനൊഴിഞ്ഞ് കിട്ടിയ ഫുട്ബോളും ഫുട്ബോള് അതിനൊഴിഞ്ഞ് കിട്ടിയ തൂക്കാൻ പറ്റിയൊരു സംഗതിയാണ് ഈ KCBയുടെ ഒക്കെ പോസ്റ്റുകളും. എന്താണ് അതിൽ പറയാനുള്ളത്? അത് ഒരുപാട് KCBയുടെ പോസ്റ്റുകളിൽ തൂക്കുന്നത് വളരെ നിയമവിരുദ്ധമാണ്. ഒരുപാട് ഓർഡറുകൾ അതിനെതിരായിട്ടുണ്ട്, ശിക്ഷാർഹമാണ്. ഇപ്പോൾ ഈ സംഘടനകളുടെ രാഷ്ട്രീയ പാർട്ടികളായാലും സംഘടനകളായാലും ഒക്കെ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ അവരുടെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് ശിക്ഷാർഹമായിട്ടുള്ള സംഭവമാണ്. അത് വളരെ ശ്രദ്ധിക്കേണ്ട സംഭവമാണ്. രണ്ടാമത്തത് ഇപ്പോൾ ഫുട്ബോൾ ഹരം ആ ഒരു ഇതിൽ പലപ്പോഴും ബാനറുകളൊക്കെ വളരെ അപകടം, ഇലക്ഷൻ സമയത്തൊക്കെ അപകടം സൃഷ്ടിക്കാറുണ്ട്. അതേപോലെ പരസ്യ ബോർഡുകൾ ഒരു സംഭവം ഉണ്ടായത്, പരസ്യ ബോർഡ് ഇങ്ങനെ വലിയ പരസ്യ ബോർഡാക്കി വെച്ച് ആ പരസ്യ ബോർഡിന് പലപ്പോഴും ഈ പരസ്യ ബോർഡിൽ കാറ്റ് പിടിക്കാതിരിക്കാൻ വേണ്ടി ചെറിയ ഒരു ഹോൾ ഇങ്ങനെ ഇട്ട് വെക്കും, കാറ്റ് അതിലൂടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സംഗതി ഇവിടെ നിന്ന് ബിൽഡിങ്ങിൻ്റെ മേലേക്ക് വെച്ചാൽ ലൈനിലേക്ക് അത് ക്ലിയറൻസ് ഉണ്ടോ നോക്കില്ല, ഒന്ന്. രണ്ടാമത്തത് ഈ ഹോൾ ഇട്ടിട്ടില്ലെങ്കിൽ ഇത് ലൈനിലേക്ക് വന്ന് വീഴും. ആ വന്ന് വീഴുന്ന സാധനം എത്രത്തോളം ബിൽഡിങ്ങിലൊക്കെ അറ്റാച്ച്ഡ് ആണെന്ന് അറിയില്ല. വലിയൊരു അപകടം ഉണ്ടായി. ഈ സംഭവങ്ങൾ അന്ന് ഒരാൾ മാത്രം മരണപ്പെട്ടു, വളാഞ്ചേരിയിൽ ഒരു 2-3 വർഷം മുമ്പാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഈ ബോർഡ് എന്ത് ചെയ്താണ്, പുള്ളി ഒന്ന് നേരെയാക്കി വെച്ചാണ് പിന്നെ പോയിട്ട്, അപ്പോഴേക്കത് അപകടമായി മാറി. അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ ഈ ഒരു പരിമിതിയിൽ നിന്നിട്ട് പറയാൻ ഉദാഹരണങ്ങൾ തന്നെ പറഞ്ഞാൽ ഒരുപാടുണ്ട്. അപ്പോൾ പരസ്യ ബോർഡുകൾ എപ്പോഴും അപകടങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ വാരാചരണമായിട്ട് ബന്ധപ്പെട്ട് ഏകദേശം ഒരു വർഷത്തിൽ 300 മരണങ്ങളോളം കേരളത്തിൽ നടക്കുന്നുണ്ട്. കേരളത്തിൻ്റെ വിസ്തൃതി അപേക്ഷിച്ച് നോക്കുമ്പോൾ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കൂടുതലാണെന്നുള്ളതാണ്. അവബോധമുള്ള കൂടുതലാണ്. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവറേജ് ഒരു അത്രയും നടക്കുന്നുണ്ട് എന്നുള്ളതാണ് കണക്കുകൾ നടക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അതിൽപ്പെട്ടതാണ് ഇതൊക്കെ. അതേപോലെ വീടുകളിലാണെങ്കിലും അശ്രദ്ധ കൊണ്ട് പിന്നെ വയർമന്മാർക്ക് സംഭവിക്കുന്നുണ്ട്. ഈ ബാനറായിട്ട് ബന്ധപ്പെട്ടപ്പോൾ ഞാൻ അതിന് കൂടുതൽ പറയാം. ഈ അത് പറയുന്നത് ചിലപ്പോൾ ഒരു ജീവനെങ്കിലും രക്ഷപ്പെട്ടെങ്കിൽ എന്നുള്ളതുകൊണ്ട് നമ്മുടെ അടുത്ത് ഒരു മരണം ഉണ്ടായത്, ഞാൻ കാടാമ്പുഴയുള്ള വീട്, കാടാമ്പുഴ സെക്ഷൻ്റെ പരിധിയിലും കാടാമ്പുഴയിലും വരുന്ന ഒരു മരണം ഉണ്ടായത്. ഒരു വയർമാൻ വൈകുന്നേരം 5 മണിക്ക് ഒരു സീലിംഗ് ചെയ്യാണ്. പിറ്റേന്ന് ആ വീട്ടിൽ കല്യാണമാണ്, വീടിനകത്ത് ആ കല്യാണം നടക്കുന്ന പിറ്റേന്ന് ആ വീട്ടിൽ കല്യാണം നടക്കുന്ന അവിടെ 25 വയസ്സാണ്ട് ഓർമ്മ. അവനൊരു കുട്ടിയുണ്ട് അന്ന്, ഇപ്പോൾ കുട്ടിയൊക്കെ വലുതായിട്ടുണ്ടാവും. സീലിംഗ് ചെയ്യാണ്, അവിടെ മണിയറ ഒരുക്കുകയാണ്. 5 മണിയായിട്ടുണ്ട്. ആ സമയത്ത് ഇത് ഡ്രിൽ ചെയ്തുകൊണ്ട് പിടിപ്പിക്കുന്ന അത് ഡ്രിൽ ചെയ്യുന്ന സമയത്ത് താഴെ കൂടെ നിൽക്കുന്ന ആൾ, നമ്മൾ കുതിര എന്ന് പറയല്ലോ, ഷഫോൾഡ്, ആ കുതിര ചാരി വെച്ച് ചുമരിലിങ്ങനെ ഒരു കൈ വെച്ചുകൊണ്ട് ഡ്രിൽ ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നതിനിടക്ക് താഴെക്കുന്നവന് ഷോക്കടിച്ചു. ഇവൻ ഇങ്ങനെ ഷോക്കടിച്ച് ഇങ്ങനെ മരിച്ചങ്ങ്. അപ്പോൾ മരിച്ചിട്ടുണ്ടെന്നുള്ള നമുക്ക് പിന്നീട് മനസ്സിലാവും. നേരത്തെ പറഞ്ഞ പോലെ ഇൻസ്പെക്ടറേറ്റ് ഞങ്ങളൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന സമയത്ത് അപ്പോൾ തന്നെ മരിച്ചിട്ട് പിന്നീട് മനസ്സിലാവാണ്. അപ്പോൾ എന്താണെന്ന് പരിശോധിച്ചപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ ഷഫോൾഡിൻ്റെ കാലുകൾ 4 കാലാണ്. നമ്മൾ കുതിര എന്ന് സാധാരണ നമ്മളെ ഭാഗത്തൊക്കെ പറയും. അപ്പോൾ 4 കാലിൻ്റെയും താഴെ തുണി ചുറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് സേഫാണെന്നാണ് നമ്മുടെ ധാരണ. ആ തുണി 4ലും കാണുന്നുണ്ട്. പക്ഷെ ചെരിച്ച് കിടത്തിയപ്പോഴാണ് അതിലൊന്നിലെ തുണി താഴെ ഭാഗത്ത് കയറിയിട്ടുണ്ട്, കാണുന്നില്ല. അപ്പോൾ അത് ആ 5 മണി ആ സമയത്ത് തിരക്ക് പിടിക്കുന്നത് വൈദ്യുതിയുമായി ബന്ധപ്പെട്ട് തിരക്ക് പിടിക്കുന്നതാണ് എല്ലാ അപകടങ്ങളും. ഞാൻ എല്ലാ എന്ന് പറഞ്ഞത് എനിക്ക് മാറ്റി പറയണമെന്ന് അറിഞ്ഞുകൂടാ, സിംഹഭാഗം എന്ന് വേണമെങ്കിൽ പറയാം. അപകടം തിരക്ക് പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് നീക്കി വെച്ചപ്പോൾ ആ ഫേസ് പോകുന്ന വയറിൽ ഈ സാധനം ഇരുന്നിട്ടുണ്ട്. ഈ ഷഫോൾഡിൻ്റെ ഒരു കാലിരുന്നിട്ടുണ്ട്. ആ വയർ കേബിൾ ഉണ്ടല്ലോ, അതിലേക്ക് ആ ഇൻസുലേഷൻ കട്ടായി അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അതിലെ കോപ്പറിലേക്ക് ഈ ഇരുമ്പ് ഭാഗം തട്ടിയിട്ടുണ്ട്. അതിലൂടെ സപ്ലൈ കയറി വന്നിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, ഈ സംഗതി കാണുന്നില്ലല്ലോ. പക്ഷെ ആ വയറിലേക്ക് വെക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ 2 ആളുണ്ടല്ലോ അവിടെ, ആ അപകടവും മരണവും ഒഴിവാക്കാമായിരുന്നല്ലോ. അപ്പോൾ അതാണ് അശ്രദ്ധയും തിരക്ക് പിടിക്കലും എന്ന് പറഞ്ഞത്. ഞാൻ ചോദിച്ചത് എന്താണെങ്കിലും എന്നോട് ചേർത്ത് ഓർമ്മ വന്നപ്പോൾ പറഞ്ഞതാണ്. ദേശീയ വൈദ്യുതി സുരക്ഷാ വാരവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ തുടരുകയാണ്. 3ാമത്തെ എപ്പിസോഡ് ഇവിടെ സമാപിക്കുന്നു. എങ്കിലും നമുക്കിനി കുറച്ചുകൂടി കാര്യങ്ങൾ അഷ്റഫ് സാറിൽ നിന്ന് അറിയാനുണ്ട്.